എക്സാം എഴുതാൻ പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ കാണും. മിക്കവാറും കാണും ബിഗ് ലേണിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ HST നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോഴും എനിക്ക് വേറെ ഡൗട്ടൊന്നും ഉണ്ടായില്ല. ബിഗ് ലേണിങ്ങിൽ തന്നെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. JRF വേണ്ടിയിട്ട് 2004 മുതൽ 2020 വരെയുള്ള മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തു. ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റും അതിലെ 4 ഓപ്ഷനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ നോട്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പഠനം. അതിന് ഏറ്റവും സപ്പോർട്ടീവ് ശരിക്കും പറഞ്ഞാൽ CETയുടെ ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു. അവർ തന്നെയാണ് എപ്പോഴും പറയുന്നത് ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നുള്ളത്. സോ ആ ടൈമിലാണ് പോളിടെക്നിക് വിളിക്കുന്നതും ഞാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ് ജോയിൻ ചെയ്യുന്നതും. പല ആൾക്കാരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ PYQ ആണ്. അപ്പം അങ്ങനെ PYQ വെച്ച് പഠിച്ചിട്ടാണ് അന്ന് JRF വേണ്ടിയിട്ടുള്ള 2ാമത്തെ ശ്രമമായിരുന്നു. JRF ക്വാളിഫൈ ചെയ്തു. അന്നാണ് ഞാൻ ഇവിടെ ബിഗ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. പോളി ലെക്ചർ അത്രയും വേക്കൻസിയും കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും അവർക്കൊക്കെ കയറി പോകാൻ പറ്റി. ഞങ്ങളൊക്കെ സംബന്ധിച്ച് MSc പഠിച്ച അല്ലെങ്കിൽ MCA പഠിച്ച ആളുകളുടെ ഒരു ശരിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഥവാ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകൾക്കും എക്സാംസ് ഇല്ല. പല എക്സാംസും എഞ്ചിനീയറിംഗ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള എക്സാംസാണ്. അത് നമുക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനത്തെ നല്ല അവസരങ്ങൾ പോയിട്ടുണ്ട്. നല്ല സാലറിയുള്ള നല്ല ഗസറ്റഡ് പോസ്റ്റ് വരുന്ന അവസരങ്ങൾ പോയിട്ടുണ്ട്. ബിഗ് ലേണിങ്ങിൻ്റെ അടുത്ത ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒപ്പം ഉള്ളത് HSST കമ്പ്യൂട്ടർ സയൻസിലെ റാങ്ക് ലിസ്റ്റിലുള്ള 3 ആൾക്കാരാണ്. അതിൽ ആദ്യമായി പരിചയപ്പെടുന്നത് റിനി വിജയൻ, അതുപോലെ തന്നെ അഫ്സൽ CP, അതുപോലെ പവിത്ര. അതിൽ പവിത്രയ്ക്ക് 5th റാങ്കാണ് നേടിയിരിക്കുന്നത് HSST CS. അതുപോലെ അഫ്സൽ സാറിന് 2nd റാങ്കാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PSC. അതുപോലെ തന്നെ റിനി വിജയൻ 23rd റാങ്കാണ് HSST റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സക്സസ് സ്റ്റോറിയെക്കുറിച്ച് നമുക്കൊരു എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് പവിത്ര ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാമോ? എൻ്റെ പേര് പവിത്ര. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. BTech ചെയ്തത് MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം, MTech ചെയ്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ HSSTയിൽ ഒരു ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് അങ്ങാടിപ്പുറം ക്യാമ്പസിൽ വർക്ക് ചെയ്യണം, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അടുത്തത് അഫ്സൽ സാർ. എൻ്റെ പേര് അഫ്സൽ എന്നാണ്, അഫ്സൽ CP. എൻ്റെ സ്വദേശം മമ്പാടാണ്, നിലമ്പൂർ അടുത്ത്, മലപ്പുറം ജില്ലയിൽ. നിലവിൽ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. HSSTയിൽ 2ാം റാങ്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് റിനി വിജയൻ. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ PSC ഞാൻ ആക്ച്വലി ഒരു പോളിടെക്നിക് CS വിളിച്ചപ്പോഴാണ് ഞാൻ ഓൺലൈൻ കോച്ചിങ് വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഏണസ്റ്റ് അക്കാഡമി എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടിയതും അന്ന് മുതൽ ഈ HSST വരെ ഏണസ്റ്റിൻ്റെ എല്ലാ കോച്ചിങ് ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് വരികയാണ്. അന്ന് തൊട്ട് എല്ലാ ലിസ്റ്റിലും എനിക്ക് എത്തിപ്പെടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ജോലി വേണം എന്ന ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? നാട്ടിൽ തന്നെ നമ്മുടെ താമസസ്ഥലത്ത് തന്നെ സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി എന്നുള്ള ഉദ്ദേശത്തിലാണ് സർക്കാർ ഗവൺമെൻറ് ജോലിക്ക് തുടങ്ങിയത്. ആദ്യം ഞാൻ ജനറൽ PSC ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേമാതിരി വാസ്റ്റാണ്, നമുക്ക് പഠിച്ചെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് HSSTയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. ഞാൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത് HSSTക്കാണ്. ടെക്നിക്കൽ എക്സാം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത് HSSTക്ക്. ഫസ്റ്റ് ടൈം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്യും, പക്ഷെ പഠിക്കൽ അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ കാണും. മിക്കവാറും കാണും ബിഗ് ലേണിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ HST നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോഴും എനിക്ക് വേറെ ഡൗട്ടൊന്നും ഉണ്ടായില്ല. ബിഗ് ലേണിങ്ങിൽ തന്നെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. അത് പക്ഷേ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. റിവിഷൻ മോഡിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരാഴ്ചയിൽ ഇത്ര മൊഡ്യൂൾസ് ഏതൊക്കെയാണ് പഠിക്കണമെന്നിട്ട് ഇടുമായിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പോയി അങ്ങനെ പഠിച്ചു. ഏകദേശം എത്ര നാളെടുത്തു? 5 മാസം ഇൻറ്റൻസീവായിട്ട്. അതെ, ഇതിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് നോക്കി. അഫ്സൽ സാറിൻ്റെ? ഞാൻ 2015 PG കഴിയുന്നത്. അതിനുശേഷം PSC ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തത് 2015 തന്നെയാണ്. 15ൻ്റെ എൻഡിൽ. അതിന് ഫസ്റ്റ് ഞാൻ എഴുതിയത് ബീറ്റ് ഫോറസ്റ്റ് എക്സാം ആയിരുന്നു. 2014 തുടക്കത്തിൽ വിളിച്ച 1ാം നമ്പർ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന എക്സാം ആയിരുന്നു. അതിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ടാലൻറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ PSC എന്നുള്ളൊരു അങ്ങനെ ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നമൊന്നുമില്ല. ഞാൻ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 2020 ശരിക്ക് ഈ ഒരു ജേർണീൻ്റെ എന്താ പറയുക, ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഞാൻ
2020 ശരിക്കും നമ്മളെല്ലാവരും ബാധിച്ചൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. എന്നെയും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫിനാൻഷ്യലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കോളേജിൽ. പക്ഷേ നമുക്ക് ഗവൺമെൻറ് സാലറി കിട്ടുന്നില്ല. കാരണം അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഓർഡേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള കോളേജുകളിലെ ഫാക്കൽറ്റീസിനെ അവൈലബിൾ ആക്കിയിട്ട് പെർമനന്റ് ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് ക്ലാസ്സുകൾ എയ്ഡഡ് കോളേജുകളിലും കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് സാലറി കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി ഒരുപാട് വാസ്റ്റായിട്ട് ഫാമിലി സിറ്റുവേഷനൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് സോഴ്സ് ഓഫ് ഇൻകം ഫാമിലിക്ക്. അപ്പോൾ അന്നാണ് ശരിക്കും ആ ഒരു സമയത്താണ് കഴിഞ്ഞ തവണ നടത്തിയിരുന്നത് കോളേജിൻ്റെ ലിസ്റ്റ് വരുന്നതും HSSTയുടെ ലിസ്റ്റ് വരുന്നതും. അങ്ങനെ 2-3 ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ കണ്ട് പരിചയമുള്ളതും അതുപോലെ കേട്ട് പരിചയമുള്ളതായിട്ടുള്ള ഒരു 3-4 പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഏറ്റവും മുന്നിൽ തന്നെ. അപ്പോൾ അന്നാണ് ശരിക്കും PSC എന്നുള്ളൊരു PSC എന്നല്ല, ശരിക്കും ഗവൺമെൻറ് സർവീസിൽ കയറണം, അത് ടോപ്പ് റാങ്ക് വാങ്ങി കയറണം ഒരു ആഗ്രഹം വരുന്നത്. കാരണം നമ്മൾ റോൾ മോഡലാക്കിയുള്ള പല ആളുകളും സെക്കൻഡ് റാങ്കും ഫസ്റ്റ് റാങ്കും ഒക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം അതാണ് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. പിന്നെ അതിനുശേഷം ഒരു കോവിഡ് സമയത്താണ് ശരിക്കും ഞാനൊരു കോച്ചിങ് സെൻറ്റേഴ്സിലൊന്നും പോയിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ ശരിക്കും സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം 2020 ആ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും വയ്യ. ക്ലാസ് ഉണ്ടാവും കോളേജിൽ 9 മുതൽ 11 വരെ. 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആയി. അങ്ങനെ ഒരു ഏകദേശം ഒരു വർഷക്കാലം JRFന് വേണ്ടിയിട്ട് അതാണ് ശരിക്കും ഫസ്റ്റ് ജേർണി എന്ന് പറഞ്ഞാൽ. JRFന് വേണ്ടിയിട്ട് 2004 മുതൽ 2020 വരെയുള്ള മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തു. ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റും അതിലെ 4 ഓപ്ഷനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ നോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു രീതിയിലായിരുന്നു എൻ്റെ പഠനം. PYQ ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും ഈ അനന്തു എന്ന് പറഞ്ഞ ഡോക്ടർ അനന്തു എന്ന് നിങ്ങൾ അറിയുമല്ലോ, സൈലത്തിലുള്ള അവരുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് PYQ മാത്രം വെച്ച് പഠിച്ചിട്ടാണ് പാസ്. ഒരു സാധനം എപ്പോഴും ഞാൻ എന്നെ ആയിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. കാരണം പല ആൾക്കാരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ PYQ ആണ്. അപ്പം അങ്ങനെ PYQ വെച്ച് പഠിച്ചിട്ടാണ് അന്ന് JRFന് വേണ്ടിയിട്ടുള്ള 2ാമത്തെ ശ്രമമായിരുന്നു. JRF ക്വാളിഫൈ ചെയ്തു. അന്നാണ് ഞാൻ ഇവിടെ ബിഗ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. കാരണം ഒരു സമയത്ത് ഞാൻ വേറെ വന്നിട്ട് കോച്ചിങ് സെൻറ്റേഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ഫാക്കൽറ്റി റിക്വയർമെൻറ്റ് വന്ന സമയത്ത് അഷ്റഫ് സാർ വഴിയാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ശരിക്കും അന്ന് JRF ക്വാളിഫൈ എന്നുള്ള ഫസ്റ്റ് ഒരു മിഷൻ മാത്രമായിരുന്നു. ഒരുപാട് മിഷൻസ് അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കോളേജിൽ പെർമനന്റ് ഫാക്കൽറ്റി ആയിട്ട് കയറാൻ അവസരം കിട്ടി, പൈസ കൊടുത്ത് കയറാൻ അവസരം കിട്ടിയിട്ടും ഒരു ഗവൺമെൻറ് സർവീസിൽ എത്തണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ചെയ്തത് ഒരു അവസരം വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരു കോളേജിൽ വർക്കിലോട് കുറവുള്ളൊരു കോളേജിൽ കയറി. അവിടെ അന്ന് ഈ പറഞ്ഞ പോലെ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യം JRF ക്രാക്ക് ചെയ്തു. PhDക്ക് അഡ്മിഷൻ എടുത്തു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ. അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യത്തെ പ്രോഗ്രാമർ എക്സാം 2022 വിളിച്ച് അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റി. പിന്നെ അതിനുശേഷം അങ്ങോട്ട് ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അതിനുശേഷം സെക്കൻഡ് ഞാൻ ഒരു എക്സാം എഴുതുന്നത് ജൂനിയർ മാനേജറായിരുന്നു. അതിൽ 3ാം റാങ്ക് കിട്ടി. അതായിരുന്നു ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ച് എൻ്റെ കഴിവുകൾ ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞൊരു സമയം. കാരണം ഒരു എക്സാമിൽ വെറും 2 മാസത്തെ മാത്രം പ്രിപ്പറേഷൻ. കാരണം ഡിസംബർ 31 ഇടയിലാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്, എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. മാർച്ച് 3 എക്സാം. ജനുവരി ഫെബ്രുവരി 2 മാസം മാത്രം, അതും PhD ചെയ്യുന്നതിൻ്റെ ഒരു ജേർണിയിൽ പുലർച്ചെയും അതേപോലെ തന്നെ ഈവനിങ്ങും മാത്രം ഒരു ദിവസം 4-5 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഞാൻ നടത്തിയൊരു പ്രിപ്പറേഷൻ. അതിലായിരുന്നു ഫസ്റ്റ് നല്ലൊരു റാങ്ക് കിട്ടി, 3ാം റാങ്ക് കിട്ടി. അത് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു അത്യാഗ്രഹമായിട്ട് മാറി. കാരണം HSST ആണ് അടുത്ത ടാർഗറ്റ്, HSST ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്നുള്ളത്. അങ്ങനെ HSST ആണ് പിന്നെ നടന്ന എക്സാമും. അതിൻ്റെ ഇടയിൽ ഒരു ട്രേഡ്സ്മാൻ നടന്നിട്ടുണ്ടായിരുന്നു, ചുമ്മാ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിലെ ഫസ്റ്റ് ഗവൺമെൻറ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സർവീസിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ട്രേഡ്സ്മാൻ ആയിട്ടാണ്. അതിനുശേഷമാണ് HSST. ഇല്ല, ഞാൻ MCA അല്ല, MSc ആണ്. BTech MTech ഒന്നും എലിജിബിൾ അല്ലാത്തതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് കോളേജ് എഴുതാൻ പറ്റില്ല, പോളി എഴുതാൻ പറ്റില്ല. അതൊക്കെ എഴുതാൻ പറ്റിയെങ്കിൽ ഒരു പക്ഷേ മുന്നേ കയറിപ്പോയിനെന്ന് ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ HSSTയിലും ഈവൻ ജൂനിയർ മാനേജർ വരെ ഞാൻ കണ്ട പല മുഖങ്ങളും പോളി ലിസ്റ്റിലൊക്കെ മുന്നേ കയറിപ്പോയി. എനിക്കൊന്ന് ഈ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന തായ്റ മിസ്സൊക്കെ ഞങ്ങളൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു. അവരൊക്കെ പോളി ലെക്ചർ അത്രയും വേക്കൻസിയും കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും അവർക്കൊക്കെ കയറി പോകാൻ പറ്റി. ഞങ്ങളൊക്കെ സംബന്ധിച്ച് MSc പഠിച്ച അല്ലെങ്കിൽ MCA പഠിച്ച ആളുകളുടെ ഒരു ശരിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അഥവാ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകൾക്കും എക്സാംസ് ഇല്ല. പല എക്സാംസും എഞ്ചിനീയറിംഗ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള എക്സാംസാണ്. അത് നമുക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനത്തെ നല്ല അവസരങ്ങൾ പോയിട്ടുണ്ട്. നല്ല സാലറിയുള്ള നല്ല ഗസറ്റഡ് പോസ്റ്റ് വരുന്ന അവസരങ്ങൾ പോയിട്ടുണ്ട്. HSST ആണ് ശരിക്കും ടാർഗറ്റ്. HSST ആയിരുന്നു. ഞാൻ 2018 വിളിച്ച HSST 18 എക്സാം ഫെബ്രുവരി 1 അന്ന് നടന്ന എക്സാമിലും ഇതേപോലെ ഒരു സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. എൻ്റെ ആദ്യത്തെ PSC എക്സാം ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ അതായിരുന്നു. എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. യൂട്യൂബ് നോക്കി കുറേ കാര്യങ്ങൾ പഠിച്ചു.
പിന്നെ PYQ നോക്കാത്തത് കൊണ്ട് ആണ് ശരിക്കും അന്ന് എനിക്ക് നല്ലൊരു മാർക്ക് കുറഞ്ഞതും റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയതും. അന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2ാം റാങ്ക് ആയിരുന്നു. ആ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2ാം റാങ്കാണ് ഞാൻ മെയിൻ ലിസ്റ്റിൽ 2ാം റാങ്കായിട്ട് അടുത്ത HST എനിക്ക് കിട്ടിയത്. ശരിക്കും HST 1ാം റാങ്ക് കിട്ടുന്നതായിരുന്നു ആഗ്രഹം. ഈ HST എക്സാം എഴുതി വന്ന് അന്ന് തന്നെ നമ്മൾ മാർക്കുകളൊക്കെ കൂട്ടി നോക്കും. അന്ന് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 1ഓ 2ഓ റാങ്ക് ഉണ്ടെന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളെക്കാളും കൂടുതൽ മാർക്കുള്ള ഒരാൾ, ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞോട് കൂടി പിന്നെ എന്തായാലും 2nd റാങ്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം അന്ന് ആ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ വിഷമാണ് 4 മാസം കഴിഞ്ഞ് വന്നപ്പം ഉണ്ടായിരുന്ന ADB എന്ന് പറഞ്ഞ എക്സാം. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ ഇപ്പം എന്നെ ഇൻസ്പയർ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2010-ൻ്റെയും 20ൻ്റെയും ഇടയിൽ വന്ന കുറേ റാങ്ക് ലിസ്റ്റുകളുണ്ട് PSC കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. HSSTയിലും അതേപോലെ കോളേജിലും അതുപോലെ തന്നെ ജൂനിയർ മാനേജറിലും ഇങ്ങനെ പല ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മളന്ന് ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിയിരുന്നു, നമ്മൾ റോൾ മോഡലാക്കിയിരുന്നു. അപ്പം നമ്മൾ ഇതേപോലെ ഒരുപാട് ലിസ്റ്റുകളിൽ വരുമ്പം ഈ ആസ്പിരൻ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കാൻ എലിജിബിൾ ആണെന്ന് അവർക്ക് തോന്നുമല്ലോ. അപ്പം ആ ഒരു രീതിയിലേക്ക് വളരുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഹയർ സെക്കൻഡറി കോളേജിട്ടാണ് ആഗ്രഹം. കോളേജിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലായിട്ട് വിളിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നു ആഗ്രഹം. പക്ഷേ യാദൃശ്ചികമായിട്ടാണ് ഇപ്പം വാട്ടർ അതോറിറ്റിയിൽ ADB എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്തത്. എന്തായാലും ഈ ജോലി മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് ശക്തമായി. അതെ, അല്ല നമ്മൾ ശരിക്കും എനിക്ക് ഏണസ്റ്റ് അക്കാഡമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏണസ്റ്റ് അക്കാഡമിൻ്റെ ആവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരിക്കും ഇവിടെ ജോയിൻ ചെയ്തതും ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നതും അതിൻ്റെ മേലെ ഒരിക്കൽ ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സബ്ജക്റ്റുകളിൽ ഞാൻ ആ ഒരു നോളജ് കീപ്പ് ചെയ്യണം. ആ ഒരു നോളജ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സബ്ജക്റ്റായിട്ടുള്ള ടച്ച് വിടാതെ നമ്മളതിൽ ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം ഏണസ്റ്റ് അക്കാഡമിയാണ്. കാരണം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ ടച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം ഈവൻ സർവീസിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ ക്ലാസ്സുകൾ പിന്നീട് നിർത്തിയിട്ടുള്ളത്. കാരണം ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുമ്പോൾ പിന്നെ അത് പറ്റൂല എന്നുള്ളൊരു കാരണം കൊണ്ട്. അതുവരെ ഞാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഇവൻ ഞാൻ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളല്ല. മോക്ക് ടെസ്റ്റുകൾ അതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിപ്പറേഷന് 2 മാസം സാധാരണ യൂസ് ചെയ്തത്. HSSTക്ക് 2 മാസം എടുത്തത്, ADBക്ക് ഇതേപോലെ 2 മാസം എടുത്തത്, അതിന് മുന്നേ നടന്ന ജൂനിയർ മാനേജറിന് 2 മാസം എടുത്തത്. ഈ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഏകദേശം 52ഓളം ക്വസ്റ്റ്യൻ, ഇന്നലത്തെ എക്സാം അടക്കം 52ഓളം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. എൻ്റെ ഒരു ഗൂഗിൾ സൈറ്റിലുണ്ട്. ആ സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ വീതം ഒരു നേരം പഠിക്കുന്നു, രാത്രി പഠിക്കുന്നു, പുലർച്ചെ അതിൻ്റെ തിയറി പഠിക്കുന്നു. ആ രീതിയിലാണ് പ്രിപ്പറേഷൻ. അപ്പം അതിന് എനിക്ക് തോന്നുന്നത് ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിൽ ശരിക്ക് എനിക്ക് പരിചയമുള്ളത് ഈ പറഞ്ഞ മെൻറ്റേഴ്സ് മിൻഷ മിസ്സിനെ അടക്കം, അതേപോലെ തന്നെ ഷെഫ്ന മിസ്സിനെയും ഇങ്ങനെ ഫസീല മിസ്സിനെയും കുറച്ച് മെൻറ്റേഴ്സിനെയും ഫാക്കൽറ്റീസിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡയറക്ടേഴ്സായുള്ള ഇവരൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ ഉള്ളത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇതിൻ്റെ റെപ്പോസിറ്ററിയോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ എനിക്കൊരു ഇത് കിട്ടിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പറേഷനൊക്കെ ഞാൻ സെൽഫായിട്ടുള്ള പ്രിപ്പറേഷനാണ്. കാരണം ഞാൻ പഠിച്ചൊരു രീതി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുക, അതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കി എനിക്ക് പരിചയമുള്ള പല ആളുകളും ഉണ്ട്, പലരും അതേപോലെ ഏജ് അതുപോലെ തന്നെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട് കോച്ചിങ്ങിൻ്റെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പഠിച്ച് അവിടെ നിന്നുള്ള നോട്ട് വെച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിന് പുറമെ വേറൊരു ആരും പരീക്ഷിക്കാത്തൊരു നോട്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയ നോട്ടൊക്കെ അതേപോലെ തന്നെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് 4 ഓപ്ഷനിലേക്ക് ഇറങ്ങിക്കുന്നത് ഓരോ ഓപ്ഷനെയും കുറിച്ചിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ വെച്ച് ഉണ്ടാക്കിയൊരു നോട്ട് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ആ നോട്ട്സാണ് ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിലും ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് ഞാൻ കൊടുക്കുന്നത്, കുട്ടികൾ കൊടുക്കുന്നത്. കുട്ടികളുടെ നല്ല പോസിറ്റീവ് റെസ്പോൺസ്. എനിക്ക് ആക്ച്വലി ടീച്ചിങ് പ്രൊഫഷനായിരുന്നു എൻ്റെ ഒരു ഡ്രീം. അങ്ങനെയാണ് ഞാൻ CETയിലാണ് ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്. ആ ഗസ്റ്റിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറണം എന്നുള്ളത്.
അതിന് ഏറ്റവും സപ്പോർട്ടീവ് ശരിക്കും പറഞ്ഞാൽ CET-യുടെ ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു. അവർ തന്നെയാണ് എപ്പോഴും പറയുന്നത് ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നുള്ളത്. സോ ആ ടൈമിലാണ് പോളിടെക്നിക്ക് വിളിക്കുന്നതും ഞാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ് ജോയിൻ ചെയ്യുന്നതും. എന്നിട്ട് അവിടുത്തെ ഫാക്കൽറ്റീസും ഭയങ്കര സപ്പോർട്ടീവാണ്. ഏണസ്റ്റ് തരുന്ന പോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റീസും അവർക്ക് സപ്പോർട്ടീവായിട്ട് തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോഗ്രാമിങ്ങിലൊക്കെ എനിക്ക് ശ്രീലാൽ സാറൊക്കെ ഒത്തിരി തന്നെ ക്വസ്റ്റ്യൻസ് തരുമായിരുന്നു എക്സ്ട്രാ ആയിട്ടും. അങ്ങനെയാണ് ഒരു PSC ഗവൺമെൻറ് സർവീസിലോട്ട് എൻ്റെ ഒരു യാത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് പോളിക്ക് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ പോളിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ കണ്ടിന്യൂസ് ക്ലാസ്സിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു, എല്ലാം ആയിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് KTUവിൻ്റെ PhD എൻട്രൻസ് കിട്ടി. റിസർച്ചിലോട്ടൊരു ഡൈവേർഷൻ വന്നു. അതിൻ്റെ കോഴ്സ് വർക്കിൻ്റെ എക്സാമും PSC പോളിയുടെ എക്സാമും ഒരേ മന്തിൽ തന്നെ കറക്റ്റായിട്ട് വന്നു. അപ്പോഴും എനിക്ക് നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ച് ബാക്കിലോട്ട് പോവേണ്ടി വന്നു. പക്ഷെ എന്നാലും ടെസ്റ്റ് ക്ലിയർ ചെയ്യില്ല എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് ക്ലിയർ ചെയ്തു. ഒരു 79 റാങ്ക് കിട്ടി. അവിടെ തൊട്ട് പിന്നെ അത് എന്തായാലും നമുക്ക് പറ്റും എന്നുള്ളത് ഏണസ്റ്റ് അക്കാഡമിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ബേസ് കിട്ടി. നമ്മൾ ഒരു എല്ലാ സബ്ജക്ട്സും അവിടുത്തെ മെൻറ്റേഴ്സ് എല്ലാവരും നമുക്ക് എല്ലാ സബ്ജക്ട്സിലും നല്ലൊരു ക്ലാരിറ്റി, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി നമ്മുടെ ജോബ് ജസ്റ്റ് MCQs വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് പോളിടെക്നിക്കിൻ്റെ കോച്ചിങ് ക്ലാസ്സിൽ നിന്ന് കിട്ടി. പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന എല്ലാം 1 month ബിഫോർ ആയിരുന്നു. പിന്നുള്ള എല്ലാ ടെസ്റ്റുകൾക്കും ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ MCQ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാറുണ്ട്. ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യും. ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യും. അതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രാറ്റജി? കാരണം നമുക്കിപ്പം ഏത് എക്സാമിനും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആത്മാർത്ഥത പെട്ടെന്ന് വരും, പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നോട്ട്സ് അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യും. പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റില്ല. ഒരുപാട് ഡീമോട്ടിവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രിക്സാണ് യൂസ് ചെയ്തതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഡീമോട്ടിവേറ്റ് ആയിട്ടില്ല. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ജോലി വേണം, നല്ല റാങ്ക് കിട്ടണം എന്നായിരുന്നു തന്നെ എയിം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡായാലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ജോലിയുടെ ആവശ്യകത. ഒരു ഫാമിലി കൊണ്ടുപോകണ 2 പേർക്കും നല്ല ജോലിയുടെ ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ആദ്യം ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പൈസ മാത്രം പോരാ, പിന്നെ കുറേ ആൾക്കാരെ പിന്നെ അടക്കണം. അപ്പോൾ ആ സമയത്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെ പിന്നെ അടക്കുക, ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് കയറുക, അതിനേക്കാളും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളൊരു. അപ്പോൾ ആ എയിം എപ്പോഴും ഉണ്ടായിരുന്നു. നല്ല റാങ്ക് എനിക്ക് 10ൻ്റെ ഉള്ളിൽ തന്നെ കിട്ടണം, ഫസ്റ്റ് അഡ്വൈസ് വരുമ്പോൾ തന്നെ ജോലി കിട്ടണം എന്നുള്ളൊരു എയിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡീമോട്ടിവേറ്റ് ഉണ്ടായിട്ടില്ല. കുറച്ച് സമയം ഒന്നാമത് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പഠിക്കുക, ആ എയിം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു പോയി. ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു. സാറിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് തോന്നുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ട പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത ആളുകളായിരിക്കും. കാരണം അതുകൊണ്ടാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയത്. ഈ ലിസ്റ്റിൽ പെടാതെ പോയ പല ആളുകളുടെയും ഒരു ഡ്രോബാക്കും അതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പലരും ഇങ്ങനെയുള്ള എക്സാമ്പിൾ വരുമ്പോൾ ഒരാഴ്ച മുന്നേ 2 ആഴ്ച മാത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാ ആളുകളും എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഇവരടക്കം അറ്റ്ലീസ്റ്റ് 2-3 മാസമൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ഒരു ദിവസം മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ അവർ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് പറയാണ്, കൺസിസ്റ്റൻസി ശരിക്ക് ഇല്ലാത്തൊരു പോയിന്റോ അതല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു പോയിന്റോ എൻ്റെ ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതല്ലെങ്കിൽ വേണം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞില്ല, ഞാനും ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യലൊക്കെ നമ്മൾ ഈ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഒരു 2.5 മാസം മുന്നേ അങ്ങനെയാണ്. ഡേറ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാക്സിമം 3 മാസം കിട്ടും. ഈ ഒരു 2.5 മാസമാണ്. അപ്പം നമ്മൾ ഇന്നേ പഠിച്ചു തുടങ്ങിയ ഒരു പക്ഷേ എന്നാ എക്സാം വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ പഠിച്ച് കുറേ കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് വരാൻ തുടങ്ങും. ഓൾറെഡി നമ്മൾ സബ്ജക്റ്റുമായിട്ട് ഒരു ടച്ച് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കുള്ള പ്രിപ്പറേഷൻ ഈ ഡേറ്റ് വന്നതിന് ശേഷം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 5-6 മണിക്കൂറൊക്കെ, അതിലൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ PYQ മാത്രം നോക്കും, 2 മണിക്കൂർ സബ്ജക്റ്റ് മാത്രം, അഥവാ ഒരു കൺസെപ്റ്റ്, ഒരു ദിവസം ഒരു വിഷയം, അടുത്ത ദിവസം അടുത്ത വിഷയം, ആ രീതിയിൽ അങ്ങനെ റുട്ടീനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചൊന്നും കൺസിസ്റ്റൻസിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അത് ഉള്ളതുകൊണ്ട്, അത് ഉണ്ടായതുകൊണ്ടാണ് ടോപ്പ് റാങ്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ മാം, നമുക്ക് കറക്റ്റായിട്ട് ബേസ് തന്നിട്ടുണ്ട്. ഈ പോളിയുടെ കോച്ചിങ്ങിൽ എല്ലാ സബ്ജക്ട്സിലും ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. അത് കാരണം വെച്ചിട്ട് അടുത്തൊരു PSC വന്നാലും ജസ്റ്റ് ഒരു 1 month ബിഫോർ നമ്മളത് എടുത്തു നോക്കുമ്പോൾ എല്ലാം ഫാക്കൽറ്റീസ് പറയുന്ന ഒരു ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും.
അപ്പം അതുകൊണ്ട് ഒന്ന് ബ്രഷപ്പ്, അതാണ് ആ ഫ്രഷ്നെസ് നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ്. സബ്ജക്ട് നോളേജ് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നില്ല, നമ്മുടെ ബേസ് ഉള്ളത് കൊണ്ട്. പിന്നെ നമുക്ക് MCQs ഇങ്ങനെ വർക്ക് ചെയ്യാം. കോൺഫിഡൻസ് ലെവൽ APCS ആയിരുന്നു, പക്ഷേ APCS കിട്ടിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നി. പക്ഷെ അപ്പോഴത്തേക്കും പോളി കിട്ടി. പിന്നെ വരുന്നുണ്ടായിരുന്നു, നമുക്ക് ഗ്രാജുവലി നമ്മുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സോ അത് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തു. ഈ ഒരു സാധാരണ പഠിത്തത്തിൽ നിന്നിപ്പം നിങ്ങൾ റാങ്ക് ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ചെയ്ത മാറ്റം എന്താണെന്നുള്ളത് ഒന്ന് പറയാം. ഇത് ഒരു 5 ലിസ്റ്റുകളിൽ കൂടുതൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ലിസ്റ്റുകളിൽ നമ്മൾ ഏത് റാങ്കിലാണോ അടുത്ത ലിസ്റ്റിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ മുകളിലേക്ക് വരാൻ ഇപ്പോൾ 1 മാർക്ക് 2 മാർക്കൊക്കെ റാങ്കിനെ അത്രത്തോളം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എങ്ങനെ ആ ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഇടുന്നതിലുപരി എന്ത് ആണ് ഒരു ട്രിക്കായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ എഫേർട്ടായിട്ടോ ഇട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു സീക്രട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പഠിച്ച രീതി വെച്ചാൽ, ഞാൻ പറഞ്ഞു റിവിഷൻ ആ സമയത്താണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച പഠിക്കേണ്ട ടോപ്പിക്ക് ആദ്യം തരുവഴിക്കും. അതിനനുസരിച്ചാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. വീഡിയോ കണ്ടു തുടങ്ങിയത് അങ്ങനെയാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, നോട്ട് എഴുതും. പിന്നെ ലാസ്റ്റ് ആ വീക്കെൻഡിൽ ആ ആഴ്ച പഠിച്ച മൊത്തം ഒന്ന് റിവൈസ് ചെയ്യും. എന്നിട്ട് വേറൊരു നോട്ടും കൂടി പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും മൈൻഡ് മാപ്പ് പോലെ പ്രിപ്പയർ ഇതിൻ്റെ കൂടെ ഞാൻ എഴുതിപ്പോ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നും കൂടി കുഞ്ഞു നോട്ട്സ് എല്ലാത്തിനും കൂടി എനിക്ക് പെട്ടെന്ന് എക്സാമിൻ്റെ തലേദിവസം കവർ ചെയ്യാവുന്ന രീതിയിൽ ഒന്നും കൂടി റിവൈസ് ചെയ്തു. റിവിഷനാണ് എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. പിന്നെ അതേമാതിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് MCQകൾ എല്ലാ ആഴ്ചയും വരുന്ന MCQകളും ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കേസിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. റിവിഷൻ തന്നെയാണ് ഇതിൻ്റെ, റിവിഷനും PYക്കും തന്നെയാണ് ഇതിൻ്റെ മെയിൻ. കാരണം ഞാനും ഈ ചെയ്തതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറിലാണ് നോട്ട്സേ പ്രിപ്പയർ ചെയ്തുള്ളത്. അഥവാ ഒരുപാട് വാരി വലിച്ച് എഴുതുന്ന ഒരുപാട് ഡെഫിനിഷൻസ് ഒന്നുള്ള ഒരു നോട്ട്സ് അല്ല. ക്വസ്റ്റ്യൻ എത്രയും ക്രിസ്പായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഇനി അതിൻ്റെ ചുറ്റും എങ്ങനെ വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റണം എന്ന് വെച്ചിട്ട് ഒരു ടേമിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ടെർമിനോളജി ചെയ്തിട്ട് അത് എന്താണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുള്ള നോട്ട്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് വളരെ ക്രിസ്പായിരുന്നു, റിവൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഇട്ട് അതല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ PSC ഞാൻ പറഞ്ഞില്ല 2004, 2005 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. HSST അന്ന് നടന്ന HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പം ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് എവിടെയും സോഴ്സ് അവൈലബിൾ അല്ല. ബാക്കി ഏകദേശം ഒരു 19ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലുണ്ട്. ഇതിന് പുറമെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ ഇവരൊക്കെ നടത്തുന്ന PSC കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള PSCകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അതും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാതെ പോയാൽ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു 50 അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാത്ത ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ നമുക്ക് അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം എല്ലാം ചോദിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കോറായിട്ടുള്ള DBMSഉം COAയും OSഉം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവരും ചോദിക്കുന്നത്. അപ്പം ആ ഒരു പ്രാക്ടീസും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു 10-25 ക്വസ്റ്റ്യൻസ് അത് മാത്രം സെപ്പറേറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. UGC നെറ്റ് ഗേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ ഉണ്ട്. പക്ഷേ ഇതിന് നോക്കേണ്ട ആവശ്യം ശരിക്കും അത് വന്നിട്ടില്ല. ശരിക്കും ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PSC മാത്രം നോക്കിയാൽ PSC ക്രാക്ക് ചെയ്യാൻ പറ്റും. നെറ്റിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അതും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ, ഒരു പുതിയ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത്രയും നമുക്ക് നമ്മുടെ റാങ്ക് ഒന്നും കൂടെ മുന്നിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പം ഇത് നല്ലൊരു പ്രാക്ടീസ് ആവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു സാധനം ഞാനും പല ആളുകളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ അതർ സ്റ്റേറ്റുകൾ നടത്തിയിട്ടുള്ള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായാലും 1-2 പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, സെയിം ലെവൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കാണാത്ത പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ തന്നെ നമ്മളെ എക്സ്പെക്ട് ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇതിൽ 1 month ബിഫോർ നമ്മൾ ഒരു എക്സാമിൻ്റെ 1 month ബിഫോർ ഫുള്ളി നമ്മൾ ഇതിനായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ആവണം. നമുക്കിപ്പം വർക്കിംഗ് ആയിരിക്കാം, എന്ത് വന്നാലും നമ്മൾ ഇതിന് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആവണം. പിന്നെ ഞാൻ എല്ലാ വർഷവും നെറ്റ് എഴുതും, കിട്ടിയാലും വീണ്ടും എഴുതും. അത് നമ്മുടെ നോളേജ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും പുതിയ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ട്രാറ്റജിയാണ്.
മെയിനായിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആവണം. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലുള്ള പുതിയ സബ്ജക്റ്റുകൾ വരുമ്പോൾ അതിനകത്തും ഇനി PYQs വരുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും എക്സാമിനേഷൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഇനി പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയല്ലോ AI ഒക്കെ. അത് എയുടെ ക്ലാസ്സും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ UGC നെറ്റിലൊക്കെ AI ഒരു മൊഡ്യൂളായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ML-ഉം AI-യും കൂടെ കമ്പൈൻ ചെയ്തിട്ട്. ഇനിയിപ്പം PSCയുടെ പല സിലബസ് റിവൈസ് ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എനിക്കൊന്നൊരു 5-6 വർഷം മുന്നുള്ള ആ 10ാമത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മൊഡ്യൂളല്ല ഇപ്പോൾ ഉള്ളത്. വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്, ലൈവ് സെഷൻസ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഏതാണെന്നൊന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ലൈവ് സെഷൻ കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു, ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഞാൻ റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ക്ലാസ്സുകളൊക്കെ നല്ല ക്വാളിറ്റി ക്ലാസ്സുകളാണ്. ഞാൻ വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, വേറെ മെറ്റീരിയൽസ് ഒന്നും നോക്കിയിട്ടില്ല. ഈ ഏണസ്റ്റിലെ ക്ലാസ് കേൾക്കും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, പിന്നെ അതിൻ്റെ PDF ഒന്ന് ലാസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും, ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് ഷുവറായിട്ട് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്ത് വരുന്ന സെഷൻസ് ഒക്കെ എല്ലാം കാണാറുണ്ട്. മാക്സിമം എല്ലാം കണ്ടിട്ടുണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ ഇതല്ലാണ്ട് ഞാൻ ഗൂഗിളിൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ അടിച്ചു കൊടുത്ത് അതിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ പഠിക്കാറുണ്ട്. ലൈവ് സെഷൻസ് ഡെഫിനറ്റ്ലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് കയറാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കയറണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ കയറാറുണ്ടായിരുന്നു. പോളിയുടെ എല്ലാ ലൈവ് സെഷൻസും കയറാറുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ വെച്ച് ക്ലാരിഫൈ ചെയ്യാറുണ്ട്. പിന്നെ MCQ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്താൽ, കാരണം ഇതിൻ്റെ അകത്ത് എല്ലാ സൈറ്റ്സിൽ നിന്നും ഗേറ്റിൽ നിന്നും നെറ്റിൽ നിന്നും ഉള്ള മാക്സിമം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷനാണ് MCQ. അപ്പം അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ എന്നാലേ നമുക്കതൊരു ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. മോഡൽ എക്സാംസ് ഒത്തിരി എല്ലാ സബ്ജക്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എങ്ങനെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റും, ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു എക്സാമിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ലെവൽ വൈസ് ഉണ്ടായിരുന്നു, ഈസി ടഫ് എന്നുള്ള രീതിയിൽ തന്നെ. ചില സബ്ജക്റ്റുകൾക്ക് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, ചിലപ്പോൾ നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞു, നമ്മൾ എക്സാം ഹാളിലേക്ക് ചെന്നു. അപ്പോൾ ഈ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് എന്തായാലും ഒന്ന് റെഡിയാക്കണം. അപ്പം ആ ഒരു എക്സാം ഹാളിലെ സ്ട്രാറ്റജി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സാം പീരീഡിനെ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ പൊതുവെ ടെൻഷനുള്ള ആളാണ്. എന്ത് എക്സാം ആകുമ്പോഴും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അമ്മ ഇതേമാതിരി PSC കഴിഞ്ഞ് ടീച്ചറായ ആൾ തന്നെയാണ്. എല്ലാ എക്സാമിനുമ്പോഴും അമ്മ പറയും ടെൻഷൻ ഉണ്ടെങ്കിൽ ഉള്ളതും കൂടി മൂവ് ചെയ്യാം, മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് പോവാം. ആൻഡ് എക്സാമിന് തലേദിവസം ഇവിടെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ടെൻഷൻ എങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യും അത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറയ്ക്കാൻ വേണ്ടി തലേദിവസം ഞാൻ അങ്ങനെ കാര്യമായിട്ടിരുന്ന് പഠിച്ചിട്ടില്ല. മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഏർപ്പാടായത് നേരത്തെ കടന്നുറങ്ങി അത്യാവശ്യം നല്ല ഉറക്കം കിട്ടി. പിന്നെ ഞാൻ അതിൻ്റെ ഭാവി കാര്യങ്ങൾ ആലോചിച്ചില്ല. ഇങ്ങനെ മാർക്ക് കിട്ടണം, അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ടെൻഷൻ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം അറ്റൻഡ് ചെയ്തിട്ട് വരിക, അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അപ്പോഴെനിക്ക് പ്രഷർ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഇന്ന മാർക്ക് കിട്ടണം, ഇത്ര റാങ്ക് കിട്ടണം, അതൊന്നും ഞാൻ അപ്പോൾ ആലോചിച്ചില്ല. പറ്റുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറിയുന്ന പോലെ അറ്റൻഡ് ചെയ്തിട്ട് വരാം, ടെൻഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇത്ര പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് വേണം നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എക്സാം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ഒരു 1.5 മണിക്കൂറുള്ള PSC എക്സാം ആളെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം ഒന്ന് നമുക്ക് അതിൽ 100 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാം അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് അതിൽ മാത്സ് ഒക്കെ നമുക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യാൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടുമോ തെറ്റിപ്പോവോ എന്നുള്ള ഒരു ടെൻഷനും, അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു ദിവസമാണല്ലോ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉള്ള പോലെ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിതേപോലെ തന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് പറയല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് ബെസ്റ്റ് പ്രാക്ടീസും അല്ല. ഞാൻ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനത്തിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അഥവാ ഏറ്റവും അവസാനത്തിൽ പൊതുവെ ഇപ്പോൾ ഈ പ്രോഗ്രാമറിലേക്ക് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ 89 മുതൽ 100 വരെ SC ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പൊതുവെ വരാറുള്ളത്.
പൊതുവെ അതേപോലെ തന്നെ ചിലപ്പം ആ ഒരു ഏരിയയിൽ വരുന്നത് നമ്മളെ വെബുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതും പൊതുവെ എളുപ്പമുണ്ടായാൽ നോർമലി സാധാരണ ഫസ്റ്റത്തെ ഒരു 1 മുതൽ 12 വരെ 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻ മാത്സ് പൊതുവെ വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റിലേക്ക് ഇങ്ങോട്ട് വരിക ചെയ്യാറ് സാധാരണ. മാത്രമല്ല മാത്സ് എപ്പോഴും അവസാനത്തിലാണ് ചെയ്യാൻ ശ്രമിക്കാറ്, കാരണം അവിടെ കുറച്ച് സമയം പോകും. അപ്പം അതുകൊണ്ട് തന്നെ എളുപ്പം കിട്ടുന്നത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്യുന്നു. അതെ, ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക്. അതെ അതെ. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. തലേ ദിവസം നമ്മൾ കൂടുതൽ ടെൻഷൻസ് ഒന്നും എടുക്കാതിരിക്കുക, അത് തന്നെയാണ് മെയിൻ. പിന്നെ എക്സാം ഹാളിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും എല്ലാവർക്കും ഒരു അഡ്വൈസ്, ക്ലോക്ക് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ഞാൻ APCS എക്സാം എഴുതാൻ പോയപ്പോൾ ഹാളിൽ ക്ലോക്ക് ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. ഞങ്ങൾ എക്സാം എഴുതി കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ടൈം എത്ര ആവും എന്ന് അറിയാൻ തോന്നുമ്പോൾ അങ്ങനെ ഫാക്കൽറ്റിയോട് ചോദിച്ചപ്പോൾ അന്ന് 8:50 ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളത് ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടായിരുന്ന ഒരു എക്സാമും കൂടിയാണ്. അപ്പം നമുക്ക് മെജോറിറ്റിക്കും അന്നുണ്ടായ ഒരു ഇഷ്യൂ ആണ് ആ ഒരു സെൻറ്റർ കിട്ടിയെടുത്ത്. ഇതേപോലെ നമുക്ക് കറക്റ്റ് ടൈമിൽ ഒരു 60 ക്വസ്റ്റ്യൻസോളം നമ്മൾ എത്തി വന്നോളൂ. ജനറലി PSCക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ലല്ലോ. സോ അതുകൊണ്ട് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ക്ലോക്ക്, കാരണം ടൈമിംഗ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ഓവറോൾ ചെക്ക് ചെയ്യുക. ഏറ്റവും ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പെട്ടെന്നൊന്ന് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം ഹാർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് എപ്പോഴും. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ടൈം ഉണ്ടാവില്ല, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഹർബറി ആയിട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായിട്ട് വരും. അത് പിന്നെ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയെടുക്കണം എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അതാണ്. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ, മൈൻഡ് ക്ലിയർ. അതെ അതെ. പിന്നെ തലേ ദിവസം കറക്റ്റായിട്ട് നമുക്ക് റെസ്റ്റ് കിട്ടണം, ഓൺ ടൈമിൽ എക്സാം ഹാളിൽ ചെല്ലണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ എണസ് അക്കാഡമിയുടെ ഈ ഒരു ജേർണിയുടെ എൻഡിൽ, അതായത് എക്സാമിന് മുന്നേ നിങ്ങളെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനുള്ള ക്ലാസ് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമല്ലോ. എല്ലാ കോഴ്സിലും എക്സാമിന് തൊട്ട് മുമ്പ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടൊരു ക്ലാസ് കൊടുക്കാറുണ്ട്, അവർക്കൊന്നൊരു മോട്ടിവേഷൻ പോലെ. അപ്പോൾ പല കോഴ്സിനും ഇങ്ങനെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്, ഇത് ഭയങ്കര ഉപകാരമായി എന്നുള്ള രീതിയിൽ. അവർക്ക് പോണോ വേണ്ടേ, ടെൻഷൻ, ഇത് അത്രയും നോക്കില്ല, അത് നോക്കില്ല, ഇത് നോക്കില്ല എന്നുള്ള ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോഴത്തേക്കും അവരൊക്കെ ആയി പോയി എഴുതി വന്ന് നമ്മളോട് വളരെ സന്തോഷത്തോടു കൂടി ഫീഡ്ബാക്ക് പറഞ്ഞ ഒത്തിരി എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സക്സസ് മീറ്റിൽ ഞങ്ങളോടൊപ്പം കൂടിയതിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും. നല്ല ഒരു സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം ഇതിൻ്റെ ഹയർ പോസ്റ്റുകളിലേക്ക് ഇനി എന്തൊക്കെയുണ്ടോ അതിലേക്കെല്ലാം പോകാനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരട്ടെ. മുന്നോട്ടും ഇതിൽ കൂടുതൽ തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും എല്ലാത്തിനും നിങ്ങൾക്ക് അതിനുള്ള ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം എണസ് അക്കാഡമിയിലെ പുതിയ കോഴ്സുകൾ, അതായത് ഇനി അങ്ങോട്ട് വരുന്ന PSCയുടെ എല്ലാ, ഇപ്പം സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് എക്സാമിനേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഓരോ എക്സാമിനേഷനും വളരെ തീവ്രമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് എണസ് അക്കാഡമി പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുപോലെ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ നേരത്തെ ഇന്ന് തുടങ്ങണം, നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. ഇന്ന് തുടങ്ങാനുള്ളത് ഇന്ന് തുടങ്ങണം. നാളെ തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നാളെയും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തുടങ്ങാനുള്ള കാര്യം അപ്പം തന്നെ തുടങ്ങുക, ഏറ്റവും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.